വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് എനിക്കൊരു ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. അതിന്റെ മേക്കപ്പ് സെക്ഷനാണ് ഈ നടക്കുന്നത്. എനിക്ക് മേക്കപ്പിനെ പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ല എന്നുള്ളത് ഞാൻ ഈ മേക്കപ്പ് ചെയ്യുന്ന സ്റ്റൈൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ആധികാരികമായിട്ടൊന്നും പറയാൻ അറിയത്തില്ലെങ്കിലും ഈ ഐ ഷാഡോയും ഐലൈനറും ഒക്കെ ഇൻസൈറ്റിന്റെ ആണ്. സംഭവം കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിൽ കൂടുതലൊന്നും പറയാൻ എനിക്ക് അറിയത്തില്ല. പണ്ട് തൊട്ടേ ഞാനൊരു വര വരച്ചാൽ അത് വളഞ്ഞേ ഇരിക്കുള്ളൂ. ഞാനാണ് ഈ ഐലൈനർ എഴുതി സാഹസം കാണിക്കുന്നത്. ആ പ്രൊഫഷണലിസം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ. എനിക്കിതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല. അപ്പോൾ പിന്നെ ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറയുന്ന പോലെ ഞാനൊരു ലുക്ക് അങ്ങ് തട്ടിക്കൂട്ടി. ഏതെങ്കിലുമൊക്കെ മേക്കപ്പ് ട്യൂട്ടോറിയൽസ് കണ്ടിട്ട് പുതിയ ലുക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് അടുത്ത വീഡിയോയിൽ കാണിക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ എൻ്റെ മടി അതിന് അനുവദിക്കുന്നില്ല ഗൈസ്. അതുകൊണ്ട് ഞാനതങ്ങ് വേണ്ടാന്ന് വെച്ചു. ഒരുപാട് മുടിയുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. എനിക്ക് എൻ്റെ മുടി ഈ ഒരു സ്റ്റൈലല്ലാതെ വേറൊരു സ്റ്റൈലിലും കെട്ടാൻ അറിയത്തില്ല. വർഷങ്ങളായിട്ട് ഞാൻ എൻ്റെ മുടി ഒരേ സ്റ്റൈലിലാണ് കെട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഓർത്തു എന്തെങ്കിലും പുതുതായി ട്രൈ ചെയ്യാന്ന്. അങ്ങനെ ട്രൈ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി നമുക്ക് പറ്റി പണിയല്ലാന്ന്. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എൻ്റെ മുടി എന്താണ് ഇങ്ങനെ ഒരു ഷേപ്പില്ലാതെ കിടക്കുന്നത്. നിൽക്കുന്ന ചെക്കൻ വെട്ടി നാശമാക്കി തന്നെയാണ്. എനിക്കിതിൽ മുടി ഉണ്ടായിരുന്നു ഗൈസ്. അവൻ വെട്ടി പഠിച്ചതാണ്. അങ്ങനെ ഞങ്ങൾ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തു. തൊട്ടടുത്ത വീടിൻ്റെ മുറ്റത്താണ് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത്. ബൈ ദ ബൈ, ഇതൊരു കൊളാബ് ഷൂട്ടാണ്. സങ്കൽപ് ബൈ ആര്യ എന്നുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് എനിക്ക് അയച്ചു തന്നൊരു കോസ്റ്റ്യൂമാണ് ഇത്. ഓണത്തിന് യൂഷ്വൽ ട്രഡീഷണൽ സ്റ്റൈൽ പിടിക്കാതെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഈ ഡ്രസ്സ് നന്നായിട്ട് ഇഷ്ടമാകാൻ ചാൻസ് ഉണ്ട്. വളരെ യൂഷ്വലായി നമ്മൾ കാണുന്ന സെറ്റ് സാരി, സെറ്റുമുണ്ട്, പട്ടുപാവാടയെന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു ഓണം കളക്ഷനാണ് ഇത്. എനിക്ക് പേഴ്സണലി ഈ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് പിന്നെ സ്ലീവ്ലെസ് ഡ്രസ്സുകൾ പേഴ്സണലി ഭയങ്കര ഫേവറേറ്റ് ആണ്. മാത്രമല്ല പർപ്പിളും വൈറ്റും കൂടിയുള്ള കളർ കോമ്പിനേഷനും നല്ല ഭംഗിയുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കമൻറ്റ് ചെയ്യണം. നമ്മുടെ മോഡൽ ഇതാണ്, നമ്മുടെ ക്യാമറമാൻ്റെ എക്സ്പ്രഷൻ കണ്ടോ ഗൈസ്. ഈ ബാക്കിലിരുന്ന് കമൻട്രി പറയുന്നതാണ് ഞങ്ങളുടെ മൂസി. വിക്രമാദിത്യനും വേതാളം എന്നൊക്കെ പറയുന്ന പോലെ ഞങ്ങൾ എവിടെ പോയാലും ഇവള് കൂടെ ഉണ്ടാവും. പിന്നെ അവള് പറഞ്ഞതൊരു വാലിഡ് പോയിന്റ് ആണ് ഗൈസ്. ഈ ക്യാമറാമാൻ്റെ എക്സ്പ്രഷൻ കണ്ടോ? എൻ്റെ ഫോട്ടോ എടുക്കാൻ എന്നേക്കാളും എക്സൈറ്റ്മെന്റ് എൻ്റെ ക്യാമറാമാനാണ്. ഏത് ഫോട്ടോഷൂട്ടിന് പോയാലും മര്യാദയ്ക്ക് പോസ്റ്റ് ചെയ്യാണ്ട് ഞാൻ ഈ ക്യാമറാമാനെ നല്ലപോലെ ബുദ്ധിമുട്ടിക്കാറുണ്ട്. പക്ഷേ ഈ ഷൂട്ടിന് അരമണിക്കൂർ കൊണ്ട് ഞാൻ എൻ്റെ ഷൂട്ട് കംപ്ലീറ്റ് ചെയ്തു ഗൈസ്. നമുക്ക് 2 ഡ്രസ്സായിരുന്നു കൊളാബ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇതാണ് സെക്കൻഡ് ഡ്രസ് ഗൈസ്. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ വരുന്ന ഒരു സ്ലീവ്ലെസ് ഡ്രസ്സാണിത്. കോളേജ് ഓഫീസ് വെയർ ഒക്കെ ആയിട്ടൊരു ബെസ്റ്റ് ഓപ്ഷനാണിത്. ഇതാണ് എൻ്റെ അമ്മ. ആൻഡ് ഇതാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞ വേതാളം. അമ്മ വെറുതെ ഞങ്ങളുടെ ഷൂട്ട് കാണാൻ കൂടെ കൂടിയതാട്ടോ. നമ്മൾ ഈ ഗുഡ് ഹെയർ ഡേ എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെ ഒരു ദിവസമായിരുന്നു ഇന്ന്. ഒരിക്കലും മര്യാദ കിടക്കാത്ത എൻ്റെ ഹെയർ ഇന്ന് മര്യാദയ്ക്ക് കിടക്കുന്നുണ്ടായിരുന്നു ഗൈസ്. എൻ്റെ ഹെയർ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എൻ്റെ കുറച്ച് പോർഷൻ മാത്രം വേറൊരു കളറിൽ ഇരിക്കുന്നതെന്ന്. ആക്ച്വലി 2 വർഷം മുന്നേ ഇത് നന്നായിട്ട് കളർ ചെയ്ത് ബർഗണ്ടി ആയിരുന്നു ഗൈസ്. അത് ഫേഡായി ഇപ്പോൾ ടിപ്പിൽ മാത്രമായി. 2 ഡ്രസ്സും സങ്കൽപ് ബൈ ആര്യയിൽ നിന്ന് തന്നെയാണ്. നിങ്ങൾക്ക് ഇതിൽ ഏതാണ് കൂടുതൽ ഇഷ്ടമായെന്ന് കമൻറ്റ് ചെയ്യണം. ദെൻ ഞാൻ എൻ്റെ യൂഷ്വൽ പോസുകളൊക്കെ പുറത്തെടുത്തു ഗൈസ്. ഓടുന്നു, ചാടുന്നു, തിരിഞ്ഞു നോക്കുന്നു, ചിരിക്കുന്നു, റിപ്പീറ്റ്. അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തുന്നതിന് മുമ്പ് ഈ ചെക്കൻ പാക്കപ്പ് പറഞ്ഞു ഗൈസ്. ബട്ട് അതിലൊരു ട്വിസ്റ്റ് ഉണ്ട്. പാക്കപ്പ് പറഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്കല്ല പോയത്, മറിച്ച് ഹോസ്പിറ്റലിലേക്കാണ് ഗൈസ്. 3-4 ദിവസമായിട്ട് വൈറൽ ഫീവർ പിടിച്ചിട്ട് ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ട്രിപ്പ് ഇടാൻ വേണ്ടി ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴാണ് കോമഡി. ഇത്രയും മേക്കപ്പ് ഒക്കെ ഇട്ട് ഒരു പേഷ്യൻറ്റ് ട്രിപ്പ് ഇടാൻ വേണ്ടി വന്നിരിക്കും. അങ്ങനെ ട്രിപ്പൊക്കെ തീർന്ന് ഞങ്ങൾ വീട്ടിൽ പോയി ഗൈസ്. അപ്പം നമുക്ക് കുറച്ച് ഫോട്ടോസ് കണ്ടാലോ? എനിക്ക് 2 ഔട്ട്ഫിറ്റും നന്നായിട്ട് ഇഷ്ടമായി. എന്നാലും നിങ്ങൾക്ക് ഏതാ ഇഷ്ടമായെന്ന് അറിയാൻ എനിക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.